ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇമാജിക്ക് പോവാണ്, വാട്ടർ തീം പാർക്ക്. അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ പരിപാടി. സമയം 9:30 ആയിട്ടേ ഉള്ളൂ. നമ്മളവിടെ തുറക്കുമ്പോഴേക്ക് എത്താൻ വിചാരിച്ചു. അപ്പോഴല്ലേ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികൾ കുറേ ദിവസമായി പറയുന്നു നമ്മൾ മുംബൈയിൽ ഇമാജിക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ അവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സേ ഉള്ളൂ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ജസ്റ്റ് നമ്മളിനി ഡ്രസ്സൊക്കെ മാറ്റണം. ഇനി റൈഡൊക്കെ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇവിടെ 2 ടൈപ്പ് റൈഡ് ഉണ്ട്. ലാൻഡ് റൈഡ്, വാട്ടർ തീം പാർക്ക് 2 എണ്ണം ഉണ്ട്. നമ്മൾ വാട്ടർ തീം പാർക്കിലാണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ അച്ഛനും അമ്മയും എല്ലാവർക്കും അത്രയും ഒരു ലാൻഡ് റൈഡിന് പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വാട്ടറാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതുകൊണ്ട് നമ്മൾ വാട്ടർ തീം പാർക്കാണ് സെലക്ട് ചെയ്തത് കേട്ടോ. പോയേക്കാം. ബാൻഡൊക്കെ തന്നിട്ടുണ്ട്. ബാൻഡ് കെട്ടി വൈകിട്ട് 5:30 വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2ഉം കൂടെ നടക്കില്ല. ലാൻഡ് റൈഡും വാട്ടർ റൈഡും കൂടെ നടക്കില്ല. കാരണം അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഭയങ്കര വോട്ടായിരിക്കും. നമ്മളെന്തായാലും വാട്ടർ റൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു വാട്ടർ തീം പാർക്കിൽ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് അവിടുത്തെ റെസ്ട്രിക്ഷൻസ്, കാര്യങ്ങൾ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയാം കേട്ടോ. ഇവിടെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ കിട്ടും. കാരണം എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് നൈലോണിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടേ പോകാൻ പാടുള്ളൂ. എനിക്കും മിഥുനൊക്കെ ഉണ്ട്. അല്ലാത്തവർക്ക് അങ്ങനെ വാങ്ങുന്നുണ്ട്. ഞാൻ ഓൾറെഡി സെറ്റപ്പ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും റെഡി ആയില്ലേ. അമ്മയൊക്കെ ശബ്ദം കേട്ടിട്ട് രണ്ട് മൂന്ന് റൈഡ് കയറിയോട് കൂടി എല്ലാവരുടെയും മടപ്പ് തെറിച്ച് ഞങ്ങൾ ഇനി കിഡ്സ് പൂളിലേക്ക് പോവുകയാണ്. അവിടെയൊക്കെ കളിച്ചാൽ മതിയെന്ന് നല്ല പേടിയായി. പണ്ട് നല്ല ധൈര്യമായിരുന്നു, എന്തൊക്കെ റൈഡ് ചെയ്തിരുന്ന. അപ്പോൾ ആ ഒരു മനക്കെട്ടിയൊക്കെ പോയി ഭയങ്കര സ്പീഡിൽ വരുമ്പോഴേ അപ്പോൾ വിചാരിച്ചു നിക്കിക്കുട്ടൻ്റെ റൈഡുകളിൽ പോവാന്ന്. ഇത് പിന്നെ ആദ്യം പറഞ്ഞു ഞാൻ നിക്കിയുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഈ റൈഡിലൊക്കെ ഞങ്ങളുടെ ധൈര്യം തെളിയിക്കുന്നതാണ്. നിക്കിയുടെ കൂടെ കോമ്പറ്റീഷൻ.
കിഡ്സ് പൂൾ നല്ല രസം, ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ലേസി റിവറിലേക്ക് പോവാണ്. നമ്മളിവിടെ എത്തുമ്പോൾ നമ്മളൊരു കുട്ടിയെ പോലെ ആവും അല്ലേ? കുട്ടികൾ നന്നായി എൻജോയ്, അവർക്ക് എവിടേക്കും പോകണ്ട, അവർക്ക് ഈ മാജിക്ക കുറേ കാലമായി പറയുന്നത്, ഇമാജിക്ക സംഭവം നന്നായി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? അതിന്റെ ലാൻഡ് റൈഡ് ആണ് ഭയങ്കര അടിപൊളി. ഞങ്ങൾ അതിൽ പോയില്ല, കാരണം ടൈം വളരെ കുറവല്ലേ, 5:30 വരെയുള്ളൂ. പണ്ട് മുതലേ ഭയങ്കര പേടിയാണ്. ജൈന്റ് വീല് കയറിയിട്ട് ഞങ്ങള് ജൈന്റ് വീല് നിർത്തിച്ചു ചെയ്തു, അത്രയും പേടി. ഞങ്ങൾ അതുവരെ പോയി. ഹലോ, ഇതാ രമേശ് ആ വേവില് ചാടി ചാടിയ തളർന്നു. ഒന്ന് കാണിക്കുന്നു, വിറയ്ക്കണത്. ആ അത് കഴിഞ്ഞു. ബോട്ടിൽ വരെ വീട് സൈഡിലല്ല. ഇങ്ങനെ അവിടെ മിന്നി അടുത്തുകൂടെ പോയി. ഒന്നും മതിയിട്ടാ. ജസ്റ്റ് മിസ്. രണ്ട് ജസ്റ്റ് ലോങ് പിടിക്കുന്നു.
ഇത് ഇവല്ലാടെ ഹലോ കിട്ടിയെങ്കിൽ പേടിയായിട്ട് കൈ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ ഇത് ഞാൻ സത്യം പറയട്ടെ നല്ല പേടി ജീവനില് കൊതിയിട്ടെങ്കിൽ വരണ്ടടി. ഈ രണ്ട് ദുഷ്ടന്മാരും കൂടെ എന്നെ എന്തോ ഒരു സാധനത്തിൽ കൊണ്ടുപോയി. എനിക്ക് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ എന്റെ 10 ഇരട്ടി പേടികളൊക്കെ ഇതുപോലെയിട്ട് അടുത്ത് വരുന്നുണ്ട്. അവളുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിട്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്യണം. പാവം കഷ്ടവും പാവം ഇട്ടൊക്കെ ഇതിന്റെ കാര്യം ഞാൻ ആലോചിക്കുന്നത് എന്ത് മഹാഭാവത്തില എവിടെ നന്നായി പേടിച്ചോള്. മിത്ത് മേടിച്ച മിത്തല് വന്നതിന് ജയ കൊണ്ടിരുന്നത് കിട്ടി. ജീവൻ പോയി അവിടെ സന്തോഷം. ഗീത എങ്ങനെയുണ്ട് ഗീത? ഞങ്ങൾ പറയായിരുന്നേ ഭാഗ്യ വാട്ടർ തീം പാർക്കിലേക്ക് ടിക്കറ്റ് എടുത്തത്. ലാൻഡ് റൈഡിൽ കിടന്ന് അലറാണ്. ഇവിടുത്തെ ലാൻഡ് റൈഡ് ഭയങ്കര ഇതാട്ടോ, റോളർ കോസ്റ്ററൊക്കെ പോലെ. കുട്ടികൾ എന്തായാലും മാക്സിമം എൻജോയ് ചെയ്തു. ലാസ്റ്റ് 1 മണിക്കൂർ ഞങ്ങൾ വേവ് പൂളിൽ ഇങ്ങനെ ആർമാദിക്കുകയായിരുന്നു. പക്ഷെ നല്ല തണുപ്പ് കിട്ടും. വെള്ളമൊക്കെ ഇങ്ങനെ ഭയങ്കര തണുപ്പ്. പൊതുവേ ഒരു തണുപ്പ് സമയമാണ്, ഇപ്പോഴും തണുപ്പുണ്ട്. പക്ഷെ വെള്ളവും എല്ലാം കൂടെ കൊണ്ട് വിറക്കിയിരുന്നു. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികളെല്ലാ റൈഡിലും കയറിയിട്ടോ. അവരാണ് മാക്സിമം എൻജോയ് ചെയ്തത്. ഞങ്ങളിത് പൂളിൽ കിടന്ന് എൻജോയ് ചെയ്തു. ഇനി നമ്മളിപ്പോൾ സമയം 6:30. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. യെസ്.
അപ്പോൾ ആരെങ്കിലും മുംബൈയിലുള്ളവർ ഇമാജിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. മാക്സിമം ഒരു 9:30 ആകുമ്പോഴേക്കും അവിടെ എത്താൻ നോക്കുകയാണ് നല്ലത്. കാരണം അത് 11 മണിക്കാണ്, 10:30-11 മണിക്ക് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ലോക്കറിൽ സാധനങ്ങൾ വെക്കാനും ഡ്രസ്സ് ചെയ്യാനും. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം കുറവായ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതേപോലെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ ടിക്കറ്റ് പ്രൈസിൽ കുറച്ച് റിഡക്ഷനും അതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാർക്കിംഗ് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. മൊബൈൽ ഫോൺ മാത്രമേ നമുക്ക് അലൗഡ് ഉള്ളൂ. അതായത് വലിയ ക്യാമറ ലെൻസ്, ഗോപ്രോ, അതേപോലെ സെൽഫി സ്റ്റിക്ക്, ലോങ് സ്റ്റിക്ക് അതൊന്നും അലൗഡ് അല്ല. നമുക്ക് ഒന്നെങ്കിൽ പുറത്തോ അല്ലെങ്കിൽ ലോക്കറിലൊക്കെ വെക്കണം. അതേപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ കവർ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ അങ്ങനത്തെ കവർ, പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരവും നല്ലത്. കാരണം അവിടുന്ന് വാങ്ങിക്കുമ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതൊന്ന് കൊണ്ടുവരാൻ പറ്റിച്ചാൽ നല്ലതാണ്. ലോക്കർ ഫെസിലിറ്റി ചാർജ് ബേസിസിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ നൈലോൺ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് മുംബൈയിലൊക്കെ ആകുമ്പോൾ ചീപ്പായിട്ട് നമുക്ക് പുറത്തൊക്കെ കിട്ടും. കാരണം അവിടെ ഭയങ്കര റേറ്റാണ് അതിന്, നല്ല ഹൈ പ്രൈസാണ്. കുറേ പേരൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല കോസ്റ്റ് ആവും കേട്ടോ. പിന്നെ ചേഞ്ചിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഷവറിങ്ങും അതൊക്കെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പറാണ് കേട്ടോ. ഇവിടെ വാട്ടർ തീം പാർക്കും ലാൻഡ് റൈഡും രണ്ടാണ്. രണ്ടിനും സെപ്പറേറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ലാൻഡ് റൈഡിലാണെങ്കിൽ അതിൽ തന്നെ സ്നോ വേൾഡും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വാട്ടർ റൈഡ് മാത്രം എടുത്തത്, കാരണം അത് തന്നെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. കാരണം എല്ലാത്തിലും നല്ല ക്യൂ ആണ്, ഒരുപാട് ക്യൂ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി എടുക്കുന്നവർ ഒരു ദിവസം കൊണ്ട് അത് പറ്റുമെന്നും കൂടെ നോക്കണം, അല്ലെങ്കിൽ പൈസ ശരിക്കും വേസ്റ്റ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിലിപ്പോൾ വെറും വാട്ടർ റൈഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാത്തിലും പറ്റി. ചില സമയത്തൊക്കെ അരമണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ടി വരും ഓരോ റൈഡും കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ രാവിലെ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം റൈഡ്സിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പല റൈഡ്സും നമുക്ക് പെയറായിട്ട് 3-4 ആളായിട്ട് കുറേ പേരൊക്കെ ആയിട്ട് പോണതാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്, വെയിറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു 1-2 റൈഡിലെ വെയിറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ അവർ കയറ്റുന്നുണ്ട് കേട്ടോ. ഹൈറ്റ് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ 5 വയസ്സ് 6 വയസ്സായ കുട്ടി, ഇപ്പോൾ നിക്കിയുടെ പോലെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് പോയി അവർ ഫുൾ പ്രൈസ് നമ്മൾ വാങ്ങിക്കും. അതായത് നമ്മുടെ അതേ ടിക്കറ്റ് പ്രൈസ് തന്നെ വാങ്ങിക്കും. പക്ഷേ ഒന്നിലും കയറാൻ പറ്റില്ല. കിഡ്സ് പൂളുണ്ട്, അത് മാക്സിമം എൻജോയ് ചെയ്യാം. കിഡ്സ് പൂൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പക്ഷേ കിഡ്സ് പൂളിലേ പറ്റുള്ളൂ പറയാം, ബാക്കിയുള്ളതിലൊന്നും റൈഡ്സിൽ കയറാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും നോക്കണം. അതേപോലെ തന്നെ എല്ലാ റൈഡും എല്ലാ സമയത്തും ഓപ്പൺ അല്ല, അതൊരു ഇതായിട്ട് തോന്നി. ചിലപ്പോൾ 2 മണിയായ ക്ലോസ് ചെയ്യും, പിന്നെ 3 മണിക്കാവും മറ്റേത്, പിന്നെ ചിലത് 4 മണിക്ക്. അപ്പോൾ അതിനനുസരിച്ച് മുൻകൂട്ടി നോക്കി വെച്ച് അപ്പോൾ ആ ക്ലോസ് ചെയ്ത സമയത്ത് വേറെ റൈഡ്സിൽ പോയി അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ വേവ് പൂൾ ടൈമിംഗ് ഉണ്ട്, അത് പക്ഷേ എവറി 40 മിനിറ്റ്സിലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വൈകിട്ട് 6 മണി വരെയും അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും വേവ് പൂൾ. അത് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. ഫുഡ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനൊക്കെ പറ്റി ബൊഫേ ഉണ്ട്, നല്ല ജെയിൻ താലി ഉണ്ട്, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഔട്ട്സൈഡ് ഫുഡും കാര്യങ്ങളൊന്നും അലൗ ചെയ്യില്ല. അപ്പോൾ ഇത്രയാണ് ഒരു ഓവറോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ലേറ്റസ്റ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്.